ഇനി നിങ്ങൾ യേശുവിനോട് സംസാരിക്കാനുള്ള കുറച്ച് സമയമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പപ്പയോട് ഇതുപോലെ നിങ്ങൾ ഇതുവരെ സംസാരിച്ച് കാണത്തില്ല. നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ സംസാരിച്ച് കാണത്തില്ല. കണ്ണടച്ച്, എല്ലാ കുട്ടികളും കണ്ണടച്ച്, മകൾ കണ്ണടച്ചു, എല്ലാവരും കണ്ണടച്ച്. പുറത്തേക്ക് ചേട്ടാ കയറുവനെ, അകത്ത് കയറുവനെ, കണ്ണടച്ചു. ബാക്കി എല്ലാവരും കണ്ണടച്ചോ, വരുന്നവരൊക്കെ വരും. എല്ലാ കുട്ടികളും കണ്ണടച്ച്, കണ്ണടച്ച്, കണ്ണുകളടച്ച്, കണ്ണടച്ച്, കണ്ണടച്ച്, കണ്ണടച്ച്. എല്ലാവരും ആരും കാഴ്ചക്കാരായിരിക്കണ്ട. ഇപ്പൊ നിങ്ങൾ യേശു തമ്മിൽ സംസാരിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്, എന്തൊക്കെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. ഇതൊക്കെ നിങ്ങൾ മാറ്റുവാനായിട്ടും ഒത്തിരി നാളുകൾ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട, എനിക്ക് യേശുവിന്റെ നല്ലൊരു പൈതലായിട്ട് ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. കാലൊക്കെ മടക്കി നന്നായിട്ട് പ്രാർത്ഥിച്ച് യേശുവിന്റെ മുൻപിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടെ. ഒരുപക്ഷെ എന്നേക്കാൾ യേശുവിനെ നിങ്ങളെ നന്നായിട്ട് അറിയാം. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ വന്നേ ഉള്ളൂ, പഠിപ്പിച്ചേ ഉള്ളൂ. എന്നേക്കാൾ നന്നായിട്ട് യേശുവിനെ അറിയാം. ഒരൊറ്റ മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ്. യേശുവിനോട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഇതുവരെ ഒരു വിഷയം നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് കാണത്തില്ല. പക്ഷെ ഇപ്പോ നിങ്ങൾക്കൊരു സമയം തരികയാണ്. ഒരു മിനിറ്റ് നിങ്ങൾക്ക് യേശുവിനോട് സംസാരിക്കാം. ഒരുപക്ഷെ മറ്റാരും അത് കേട്ടില്ല എന്ന് വരും, മറ്റാർക്കും അത് മനസ്സിലായെന്ന് വരും. യേശുവിനോട് നിങ്ങൾ സംസാരിച്ചേ. പറഞ്ഞ്, യേശുവിന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ തീരുമാനങ്ങൾ എടുത്തു, ഇനി നല്ല കുഞ്ഞായിട്ട് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന്. പക്ഷേ എനിക്ക് കഴിയുന്നില്ല. ആ തെറ്റായ സ്വഭാവം എന്നെ പാപത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നു. എനിക്കത് വേണ്ട, ഇനി എനിക്കത് വേണ്ട, എനിക്ക് മാറണം. നിങ്ങളുടെ പപ്പയെ അറിയാതെ, നിങ്ങളുടെ അമ്മയെ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റിനും നിങ്ങൾക്ക് ക്ഷമ ലഭിക്കും. പക്ഷേ യേശുവിന്റെ അടുത്ത് നിങ്ങൾ കടന്നു വന്നാൽ മാത്രം. ഞാൻ പറഞ്ഞില്ലേ, ഒരു തെറ്റും ചെയ്യാതെയാണ് യേശു കർത്താവിനെ ക്രൂശിച്ചത്. നിങ്ങളുടെ പുറത്ത് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് വേദനിക്കും. അപ്പൊ മുറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയോ, അടിച്ച് നമ്മുടെ പുറം വശം മുറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആർക്കു വേണ്ടിയാ ഇതൊക്കെ യേശു കർത്താവ് സഹിച്ചത്? എന്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി, നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റിനും വേണ്ടി. യേശു കർത്താവ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് യേശു കർത്താവിനോട് പറയാൻ പറ്റും? യേശു കർത്താവ് ക്ഷമിക്കുവാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ക്ഷമ നൽകി നിങ്ങളെ സ്വന്തം മകളുമാക്കുവാൻ യേശു കർത്താവ് തയ്യാറാണ്. യേശുവേ, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ലോകത്തിന് വേണ്ടിയായിരിക്കാം ചിന്തിച്ചത്. കുഞ്ഞുകുട്ടികൾ നിങ്ങളുടെ പപ്പയെ അനുസരിക്കാത്തതായിരിക്കും നിങ്ങൾ ചെയ്ത തെറ്റ്, നിങ്ങളുടെ അമ്മയെ അനുസരിക്കാത്തതായിരിക്കും നിങ്ങൾ ചെയ്ത തെറ്റ്. പക്ഷെ അതൊക്കെ തെറ്റാണ്. അവരറിയാതെ നിങ്ങൾ ചെയ്ത ഓരോ തെറ്റിനും നിങ്ങൾ യേശുവിനോട് മറുപടി പറഞ്ഞു, യേശുവേ, ഇനി എനിക്ക് ആ സ്വഭാവം വേണ്ട, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. നിക്കോദീമസ് പറഞ്ഞ ഒരു കാര്യങ്ങൾ ഓർമ്മിക്കട്ടെ. അദ്ദേഹം ചവിട്ടിക്കൊണ്ടു പോകുന്ന ഓരോ തുള്ളി രക്തവും അദ്ദേഹത്തിന്റെ പാപത്തിന് വേണ്ടി കൂടെയായിരുന്നു. അതെ, ഒരു കാര്യം കൂടെ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ആ പാപം നിങ്ങളിൽ ഉണ്ടാകരുത്. ആ രക്തം ഇന്നും നിങ്ങളുടെ പാപത്തെ മാറ്റുവാൻ കഴിവുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ യേശുവിനോട് പറഞ്ഞാൽ ഇന്ന് യേശു കർത്താവ് നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കും. പക്ഷെ യേശുവിനോട് നിങ്ങൾ പറയണം, യേശു, എനിക്ക് നല്ലൊരു കുഞ്ഞായിട്ട് ജീവിക്കണം, എനിക്ക് ആ പഴയ ജീവിത രീതി എനിക്കിനി വേണ്ട, എന്റെ ലൈഫ് ഞാൻ എന്റെ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു, എന്റെ ജീവിതം ഞാൻ എന്റെ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. നമ്മുടെ സമർപ്പണ ഗാനം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സമർപ്പണത്തോടെ അത് പാടാൻ പോവുകയാണ്. നമ്മുടെ സമർപ്പണ ഗാനം നമ്മൾ ഇന്നലെ പഠിച്ച സമർപ്പണ ഗാനം, അത് പാടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാടുക. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ച അവസാനം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു
മുഹൂർത്തമാണ് നടക്കുന്നത്. നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഒരു പക്ഷേ ഇല്ല, ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതം യേശുവിനെ സമർപ്പിക്കുവാൻ കഴിയും? യേശുവിനെ വേണമേ. യേശുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ താല്പര്യമുണ്ടോ? എന്റെ ഹൃദയത്തിൽ കഴിയും. എന്നിൽ ജീവിക്കണമേ. എന്റെ ജീവിതം ഇതുവരെ ലോകത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് മുതൽ എനിക്ക് മാറണം. എന്റെ യേശുവിന്റെ പൈതലായി എനിക്ക് ജീവിക്കണം. മുട്ടുമടക്കുവാൻ പറ്റുന്ന എല്ലാ കുട്ടികളും മുട്ടുമടക്കി. നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഒത്തിരി നേരം കൊണ്ട് മുട്ടുമടക്കിയിരിക്കുന്നു. മുട്ടുമടക്കാൻ പറ്റുന്ന എല്ലാ കൂട്ടുകാരും, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് എന്ത് വേണോ യേശുവിനോട് ചോദിക്കാം. നമ്മൾ സക്കായിയെ കുറിച്ചൊരു ഗെയിം കളിച്ചു, പക്ഷെ നമ്മൾ സക്കായിയെ കുറിച്ച് പഠിച്ചില്ല. സക്കായിയുടെ ജീവിതം ആർക്കും വേണ്ടാത്തവരായിരുന്നു സക്കായി. കണ്ണുകളിച്ച് എല്ലാവരും കണ്ണുകളിച്ച് ആർക്കും വേണ്ടാത്തവരായിരുന്നു സക്കായി. ചുങ്കക്കാരനായിരുന്നു. ആൾക്കാരെ ഉപദ്രവിച്ചും പറ്റിച്ചും ഒക്കെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പാപിയായിരുന്നു. അദ്ദേഹത്തിന് വിളിച്ചിരുന്ന പേര് പാപി, ചുങ്കക്കാരൻ, പറ്റിച്ച് നടക്കുന്നവൻ, ആർക്കും കൊള്ളാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ. പക്ഷെ സക്കായി ഒരു കാര്യം ആഗ്രഹിച്ചു, യേശുവിനെ എനിക്ക് കാണാം. ഒരേ ഒരൊറ്റ കാര്യം ആഗ്രഹിച്ചു, യേശുവിനെ എനിക്ക് കാണാം. കാത്രയുടെ മേളിൽ കയറി, അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവൻ കയറി അവിടെ മറഞ്ഞിരുന്നു. എന്നിട്ട് യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടിട്ട് സക്കായി ഒന്നും വേണ്ടിയില്ല, പക്ഷെ യേശു അവിടെ നിന്നു. യേശു സക്കായിയെ കണ്ടില്ല. സക്കായിയുടെ ഉള്ളത് യേശു അറിഞ്ഞിട്ട് സക്കായിയെ നോക്കി പറഞ്ഞു, സക്കായി, നീ വേഗം ഇറങ്ങിയ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കാൻ പോകും. ആ ബൈബിൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് സക്കായിയെ കുറിച്ച് പറയുന്നത്. സക്കായി എന്ന പേരുള്ള മനുഷ്യൻ പറയുന്നു. അവൻ ചുങ്കക്കാരനും പാപിയുമായിരുന്നു. ബൈബിൾ തന്നെ അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്, ചുങ്കക്കാരനും പാപി. സക്കായി എന്നാണ് പേര്, ചുങ്കക്കാരനും പാപി. യേശു വന്നിട്ട് സക്കായി വിളിച്ചത് ചുങ്കക്കാരന് പാപിയുമായിട്ടുള്ള സക്കായി എന്നല്ല, സക്കായി നീ വേഗം ഇറങ്ങുക. യേശുവിനറിയാം
അവനൊരു പേരുണ്ടായിരുന്നു. അവനൊരു പേരായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു പേരുണ്ടായിരുന്നു. ആ സമൂഹത്തിൽ പാപി എന്ന് ഒന്നിനും കൊള്ളാത്തവൻ എന്ന പേരിൽ സക്കായി അറിയപ്പെട്ടു. പക്ഷെ അവന്റെ വീട്ടിൽ യേശു എത്തിയപ്പോ, അല്ലെങ്കിൽ യേശുവിനോട് പറഞ്ഞു, എന്റെ വീട്ടിൽ യേശു വരണ്ട, എന്റെ വീട്ടിൽ യേശു വരണ്ട എന്ന് സക്കായി യേശുവിനോട് പറഞ്ഞില്ല. പകരം സക്കായിക്ക് സന്തോഷമായി. സക്കായി വേഗത്തിൽ യേശുവിനെ കൂട്ടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോ സക്കായിക്ക് ബോധ്യമായി, ഞാൻ പാപിയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പാപിയാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളത്. യേശുവിനോട് പറഞ്ഞു, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. സക്കായി പറഞ്ഞു, യേശുവേ, ഞാൻ എന്റെ തെറ്റിനെ മനസ്സിലാക്കുന്നില്ല. ഇതുവരെ ഞാൻ ചതിവായിട്ടാണ് മേടിച്ചതല്ല, പക്ഷേ ഞാൻ അതിനെ 100 ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ 4 ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കാം. തന്റെ തെറ്റ് തിരുത്തുവാൻ തയ്യാറായി. യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്റെ തെറ്റിനെ തിരുത്തുവാൻ തയ്യാറാണ്. എനിക്ക് ആ സ്വഭാവം വേണ്ട. ഞാൻ ഒത്തിരി നാൾ കൊണ്ട് അത് ഉപേക്ഷിക്കുവാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശു എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ, യേശു എന്റെ ഭവനത്തിനകത്ത് വന്നപ്പോൾ എനിക്കത് മാറ്റുവാൻ മനസ്സുണ്ടായി. നിങ്ങളുടെ ഹൃദയത്തിലും യേശു വരുമ്പോൾ നിങ്ങളുടെ സ്വഭാവങ്ങൾ മാറും. യേശുവിനോട് പറഞ്ഞേ, യേശുവിനോട് ഇതുവരെ ഒരുപക്ഷെ നിങ്ങളെ നാട്ടുകാർ പറഞ്ഞത് ഒന്നിനും കൊള്ളാത്തവൻ, നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞത് പ്രയോജനമില്ല അവനെ കുറിച്ച്. നിങ്ങളുടെ പേര് തന്നെ മാറി, ഭാവി എന്നായിരുന്നു. നിങ്ങളുടെ പേര് അവൻ മണ്ടൻ അല്ലെങ്കിൽ അവൻ പൊട്ടൻ എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ നാട്ടുകാർ വിളിച്ചത്. നിങ്ങൾ മറ്റു പലരും പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ, സക്കായി ഇത് പറഞ്ഞപ്പോൾ യേശു തിരിച്ചൊരു മറുപടി നൽകി, ഇവനും അബ്രഹാമിന്റെ മകനാകുകയാണ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ നാട്ടുകാർ അവനെ വിളിച്ചത് പാപി, ചുങ്കക്കാരൻ, ഒന്നിനും കൊള്ളാത്തവനല്ല. പക്ഷേ യേശു അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അബ്രഹാമിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം മകൻ. ദൈവത്തിന്റെ മക്കളാകുവാൻ, ദൈവത്തിന്റെ മകനും മകളുമാകുവാൻ നിങ്ങൾക്കൊരു അവസരം. നിങ്ങളുടെ പേര് മാറുകയാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ. അല്ല, നിങ്ങളെ കൊണ്ട് ഇനിയും പറ്റും. എന്തൊക്കെയോ ചെയ്യുവാൻ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ ചിലയൊക്കെ മാറും. ഇന്നലെ വരെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ പലതും പറഞ്ഞ് കളിയാക്കിയേ. നിങ്ങളുടെ വീട്ടിനകത്തുള്ളവർ, നിങ്ങളുടെ വീട്ടിന് ചുറ്റുപാടുള്ളവർ പലതും പറഞ്ഞ് കളിയാക്കിയില്ലേ. നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിനക്ക് പ്രയോജനമില്ല, നിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇന്ന് അതിനെ മാറ്റുവാൻ യേശുവിന് കഴിയും. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം മാറി. കുറച്ച് അമ്മമാർ യേശുവിന്റെ അടുക്കൽ കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. യേശുവിന് അവരെ മാറോട് ചേർത്ത് അടയ്ക്കുവാൻ താല്പര്യമായിരുന്നു. പക്ഷെ ശിഷ്യന്മാർ അതിനെ തടുത്തു. പക്ഷെ യേശു അവരെ ശാസിച്ചിട്ട് പറഞ്ഞു, ഇല്ല, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവേ, അവരെ തടുക്കരുത്. എന്നിട്ട് അവരെ മാറോട് യേശു കർത്താവ് ചേർത്ത് അടച്ചു. പ്രിയ കൂട്ടുകാരി, യേശു നിങ്ങളെ മാറോട് ചേർക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ, നിങ്ങളിൽ കുറ്റമുണ്ടെങ്കിൽ, നിങ്ങളിൽ കുറവുണ്ടെങ്കിൽ യേശു നിങ്ങളെ മാറോട് ചേർക്കത്തില്ല. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരത്തില്ല. നിങ്ങൾ യേശുവിനോട് പറഞ്ഞ, യേശുവേ, എന്റെ തെറ്റിനെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ചെയ്ത പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു, അത് തെറ്റാണെന്ന് അറിഞ്ഞു, പക്ഷെ ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. ഇനി ഞാനത് ചെയ്തില്ല. ഇത് കണ്ണു തുറന്ന് നോക്കേണ്ട സമയമല്ല. ഇപ്പോൾ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് പ്രവർത്തിക്കും. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ യേശു കർത്താവ് ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞു, എന്റെ തെറ്റിനെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അറിഞ്ഞും അറിയാതെ ഒത്തിരി തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് മാറണം. ഇന്ന് മുതൽ നല്ലൊരു കുഞ്ഞായി സക്കായിയുടെ പേര് മാറിയതുപോലെ എനിക്കൊരു പുതിയ പേര് വേണം. എനിക്ക് ദൈവ മകനും മകളും എന്നുള്ള പേര് വേണം. മാറ്റങ്ങൾ തുടങ്ങട്ടെ. നിങ്ങൾ മാറിയാൽ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരും. യേശു കർത്താവ് ഒരു കാര്യം പറയും, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടിട്ട്, അതെ, മകനെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി നാളുകൾ നിങ്ങളെ വിളിക്കുന്നുണ്ട് യേശു കർത്താവ്, നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല. അപ്പോഴും നിങ്ങൾ പല തെറ്റുകളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ പല പ്രാവശ്യം നിങ്ങൾ മാറിയെന്നാ കഴിയുന്നില്ലേ? യേശുവിനോട് മാറാം. യേശു, എനിക്ക് ഞാൻ സ്വഭാവം വേണ്ട, എനിക്ക് മാറണം. ഇവിടെ ഞാൻ വചനം നോക്കുകയാണ്. എനിക്ക് ആ സ്വഭാവത്തെ മാറ്റുവാൻ നല്ലൊരു മനസ്സ് തരണമേ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ നിങ്ങളുടെ ആ സ്വഭാവത്തെ ഒരുപക്ഷെ മാറ്റുവാൻ കഴിയത്തില്ല. പക്ഷേ യേശുവിനെ പറ്റും.
യേശുവിന്റെ പറഞ്ഞെ എനിക്ക് മാറണം യേശു, എന്റെ ജീവിതം മാറണം, എന്റെ ഹൃദയത്തിൽ വേണം. നാളുകൾ കൊണ്ട് നിങ്ങൾ മറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ലേ? നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ പേടി തോന്നുന്ന കുറെ കാര്യങ്ങളില്ലേ? നിങ്ങൾ ഓർക്കുവാൻ മനസ്സ് കാണിക്കാത്ത കുറെ കാര്യങ്ങളില്ലേ? പണ്ടെങ്ങാണ്ടോ പറ്റിപ്പോയ തെറ്റുകൾ, അബദ്ധങ്ങളൊക്കെ ഇല്ലേ? ഓർക്കുവാൻ പോലും, ജീവിതത്തിൽ ഓർക്കുവാൻ പോലും നിങ്ങൾ മനസ്സ് വയ്ക്കാത്ത ചില കാര്യങ്ങളില്ലേ? യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ പഠനത്തിന്, എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആ ചിന്തകൾ എനിക്കൊരു തടസ്സമാണ്. എനിക്കിനി അത് വേണ്ട, എനിക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യണം, എനിക്ക് പഠിക്കാൻ പറ്റില്ല. ആ ചിന്ത എന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ചിന്തയായിരിക്കാം അത്. നിങ്ങൾ പണ്ടെങ്ങാണ്ടോ സംഭവിച്ചതായിരിക്കാം, മറക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ആരോ ചിലരൊക്കെ ഇതിനകത്തുണ്ട്. യേശുവിനോട് പറഞ്ഞു, യേശു, എനിക്ക് ആ സ്വഭാവം, ആ ഒരു ചിന്ത എന്റെ ജീവിതത്തിൽ മാറ്റണമേ. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ ബുക്ക് തുറക്കുമ്പോൾ ആ ചിന്ത എന്റെ ജീവിതത്തിൽ വരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുമ്പോൾ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത കടന്നു വരുന്നു. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. യേശു നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് മാറണ്ടേ? ഒരു പുതിയൊരു ജീവിതം നിങ്ങൾക്ക് തുടങ്ങണ്ടേ? സംസാരത്തിലെ യേശുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ സമയം യേശുവിനോട് പറയാനുള്ള സമയമാണ്. എന്തായിക്കോട്ടെ, യേശു നിങ്ങളെ സഹായിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി. നിങ്ങൾ വായികളെ തുറന്നു പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ, യേശു നിങ്ങളെ സഹായിക്കുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കട്ടെ, നിങ്ങളുടെ ഈ കുറ്റമുണ്ടെങ്കിൽ, നിങ്ങളിൽ ഗുണമുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപമുണ്ടെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരത്തില്ല. പക്ഷേ നിങ്ങൾ ഒരു ഒഴിഞ്ഞ പാത്രമാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നുമില്ലായെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വരും. നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും, നിങ്ങളുടെ പഠനത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. ഇന്ന് നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിച്ച, വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും, നിങ്ങളുടെ പഠനത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ, അത് മാറും. നിങ്ങൾ പ്രാർത്ഥിച്ച യേശുവിനോട്. ഇത്ര സ്നേഹവാനായ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. യേശുവേ, ഞാൻ എന്റെ രക്ഷകനായി യേശുവിനെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞേ. എന്റെ രക്ഷകൻ, എന്റെ വീണ്ടെടുപ്പുകാരനുമായിട്ട് ഞാൻ എന്റെ ഹൃദയത്തിൽ അങ്ങയെ സ്വീകരിക്കുന്നു. യെസ്, നിങ്ങളുടെ സമയമാണത്. നിങ്ങൾ കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് കഴിയും. ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം തൊട്ട് കാണുന്നുണ്ട്. നിങ്ങളുണ്ടാകും. ഒരുപക്ഷെ ഇന്നലെ അവരെ അയ്യോ എന്ത് ചെയ്ത് അങ്ങനെയായിരുന്നല്ലോ, ഇന്ന് ഞാൻ എന്തുകൊണ്ട് മാറി നിങ്ങൾ ചിന്തിക്കും. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വന്നു കഴിഞ്ഞു. നിങ്ങളുടെ പാപങ്ങളെയൊക്കെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന, അതെ, കരയുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ യേശു വന്നു കഴിഞ്ഞു. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇനി മുതൽ പരിഹാരം ഉണ്ടാകും, മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ പപ്പയോട് പറയാത്ത കാര്യങ്ങൾ, അമ്മയോട് പറയാത്ത കാര്യങ്ങൾ, കൂട്ടുകാരോട് പറയാത്ത കാര്യങ്ങൾ എല്ലാം യേശുവിനോട് പറഞ്ഞേ. നിങ്ങൾക്ക് പണ്ടെങ്ങാണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ മറക്കണ്ട. അതൊക്കെ എന്ന് ഓർത്തു വെച്ച് നമ്മുടെ ജീവിതത്തിന് നമ്മൾ കളയുന്നേ. യേശുവിനോട് കൊടുത്തേ. അവൻ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സകല കാര്യങ്ങൾക്ക് വേണ്ടി. യേശുവിന്റെ ഹൃദയത്തിൽ വരണമേ, എന്നിലങ്ങ് ജീവിക്കണമേ. ഇന്ന് മുതൽ നിങ്ങളായിട്ടല്ല ജീവിക്കുന്നത്, പുതിയൊരാളായിട്ടാണ്. യേശു നിങ്ങളിലുണ്ട്. യേശു നിങ്ങളിലുണ്ട്. ഒരുപക്ഷെ മറ്റൊരാളും അത് കാണത്തില്ല, പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി. നിങ്ങളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ ഇത് തെറ്റെന്ന്, യേശുവിന് അത് ഇഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മാറുക, തെറ്റ് ചെയ്യാൻ പാടില്ല. യെസ്, നിങ്ങളുടെ പഠനത്തിൽ മാറ്റം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലകളിൽ യേശു കർത്താവ് നിങ്ങളെ എത്തിക്കും. യോസേഫ് കുഞ്ഞായിരുന്നു, അവന്റെ ജീവിതം വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ അവന് അതൊക്കെ എത്തിക്കേണ്ട സ്ഥലത്തായിരുന്നു. കാരണം പല തെറ്റും അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ യോസേഫ് അതിനെയൊക്കെ വിട്ടു ഓടി. ഇന്ന് യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നാളെ മുതൽ നിങ്ങളുടെ കൂടെയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ കൂടെയുണ്ട്. മാറട്ടെ, നിങ്ങളല്ലേ ഇനി മാറേണ്ടത്. പ്രാർത്ഥിച്ചാലേ
കുറച്ച് നിമിഷങ്ങൾ കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് വേണം യേശുവിനോട് സംസാരിക്കുക. കാരണം യേശു ഇവിടെ ഉണ്ട്. യേശു നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് വന്നിട്ടുണ്ട്. യേശു നിങ്ങളുടെ അവസ്ഥ അറിയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇന്നതാണ് പ്രശ്നം പറഞ്ഞാട്ടെ യേശുവിനോട്. കർത്താവേ, മറ്റു കുഞ്ഞുങ്ങളെ പോലെ ഒന്നും എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല. അതിനുള്ള സാമ്പത്തികം എന്റെ വീട്ടിലില്ല. അതിനുള്ള പൈസ എന്റെ പപ്പയ്ക്കില്ല, അമ്മയ്ക്കില്ല. ബട്ട് ചേഞ്ച് ആവാൻ തുടങ്ങിയത് ഇന്ന് മുതൽ മാറാൻ തുടങ്ങുക. നാളുകൾ കൊണ്ട് നിങ്ങൾ ആരോടും പറയാതെ നിങ്ങളുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നില്ല ഒരു പ്രശ്നം, നിങ്ങൾ ഓർക്കുവാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം യേശുവിനോട് പറഞ്ഞ് മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി, വാകളെ ഒന്നും തുറക്കണ്ടാലും യേശു അതിനൊരു പരിഹാരം നൽകാൻ പോവുക. ഇനി ഒരുപക്ഷെ നിങ്ങൾ അത് ഓർക്കത്തില്ല, ഓർത്താലും അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, മാറാൻ പോവുക. ഇനി നിങ്ങൾ ആ ഒരു പ്രശ്നം ബാധിക്കത്തില്ല. സംസാരിച്ചിട്ട് യേശുവിനോട് നമ്മുടെ ലോകത്തെ സൗഖ്യമാക്കുന്ന യേശു, നമ്മുടെ വേദനകളെ മാറ്റുന്ന യേശു, യേശു നമ്മെ സൗഖ്യമാക്കും. നിങ്ങൾക്ക് ഒരു രോഗമുണ്ടെങ്കിൽ യേശു കർത്താവിനോട് പറഞ്ഞാലേ യേശുവിന്റെ ലോകത്തെ സൗഖ്യമാക്കണം. ഒരു നല്ല സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിന് മുൻപ് ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയട്ടെ. നിങ്ങളെ വായകളെ തുറന്ന് പറഞ്ഞ യേശുവേ, ഞാൻ എന്റെ ഹൃദയത്തിൽ അങ്ങേ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഇനി മുതൽ എന്റെ ജീവിതം അങ്ങ് നയിക്കണമേ. നല്ല പൈതലായി അങ്ങയുടെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ സകല കാര്യങ്ങളെയും എന്റെ ജീവിതം മുഴുവനെയും ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു.